നമസ്കാരം. മല്ലു മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് 100-350യുടെ മോട്ടോ ടോർക്ക് ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ക്രാഷ് ഗാർഡിനൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ 4 ബുഷ് വരും. 1 2 3 4 ബുഷ്. അപ്പോൾ നമ്മൾ ക്രാഷ് ഗാർഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് 2 സൈഡിലായിട്ട് വരുന്ന ക്രാഷ് ഗാർഡ്, ലെഫ്റ്റും റൈറ്റും വരുന്ന ക്രാഷ് ഗാർഡാണിത്. പിന്നെ അതിൻ്റെ സെൻറ്റർ ക്ലാമ്പ്, പിന്നെ അതിൽ സൈഡിൽ ഫിറ്റ് ചെയ്യുന്ന 2 ക്ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഫിറ്റ് ചെയ്യുന്ന ഈ ബുഷ് വരുന്നുണ്ട്. ഇത് 4 ബുഷ്, അതിൻ്റെ 4 ബുഷ്. പിന്നെ നെട്ടും ബോൾട്ട് ഇത് 2 4 ഇത് നെട്ടും ബോൾട്ടും ഉള്ളത് 2 എണ്ണം, നെട്ടില്ലാത്ത 2 എലങ്കി അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബുഷ് ഫിറ്റ് ചെയ്യുന്ന 4 എലങ്കി ബോൾട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 2 ബോൾട്ട് കൂടി ആക്സിലാണിത്. ഇവിടെ ബട്ടൺ വരാത്തതാണ്, 2 നെട്ടാണ് വരുന്നത്, ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ 4 വാഷറും ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നതിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ ഇളക്കാൻ പോകുന്നത് ഈ ബുഷാണ്. നമ്മളെ ചേസിൽ കൂടെ വരുന്ന ഇതിൻ്റെ അകത്ത് റബ്ബർ ബുഷാണിത്. ഇതൊന്ന് ഇളകി കൊടുക്കാം. ഇതേപോലെ ഇത് പ്രസ്സിങ് മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അടുത്തതായിട്ട് ഒരു 14ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്, 14ൻ്റെ ബോൾട്ട്, അത് ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് 14ൻ്റെ ബോക്സ് കൊണ്ട് ഈ നെട്ട് ഇളകി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് സെറ്റോടെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു നോസ് പ്ലെയറാ എന്തെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ സൈലൻസർ ഊരേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ സൈലൻസർ പുതിയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് വലിച്ചിളക്കുന്നില്ല. അപ്പുറത്തൊരു ഇതുകൊണ്ട് സെറ്റോടെ കറങ്ങുന്നതുകൊണ്ട് ഒന്ന് പിടിച്ച് നേരത്തെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്, ഒന്ന് ഇളക്കിയിടുക. അപ്പോൾ ആ നെട്ട് ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോൾട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിയിടുക. നമ്മൾ അപ്പുറത്തെ സൈഡ് നെട്ട് ഊരിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബോൾട്ട് വലിച്ച് ഊരിയാൽ മതി. ഇതിൻ്റെ അകത്തൊരു വാഷറുണ്ട്, അപ്പുറത്തെ സൈഡ് വാഷർ ഇല്ലായിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ബോൾട്ട്, എഞ്ചിനെ പിടിപ്പിക്കുന്ന ബോൾട്ടാണിത്. ഒരു നെട്ട്, ഈ സൈഡാണ് വാഷറുള്ളത്. ഓക്കെ, ബോൾട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 നെട്ട്, 4 വാഷർ, ചെറുതും വലുതും വാഷറും ഉണ്ട്. ഇതിലത്തിൽ നീളം കൂടുതലായിരിക്കും. വേണ്ട, ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങ് ആ സൈലൻസറിൽ ഏകദേശം പോയി ഇടിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആ നീളം നോക്കിയിട്ട് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 നെട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റാണ്. ഒരു നെറ്റ് അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ നെറ്റ് ലൂസാണ്. ഒരു ചെറിയ വാഷർ, ഒരു വലിയ വാഷറും ഇട്ട് ഇതിൻ്റെ ക്ലാമ്പ് കയറ്റിയിട്ട് നമ്മളിതകത്തൂടെ കയറ്റിയിടുകയാണ്. അപ്പോൾ ഏകദേശം അവിടെ തട്ടും. അപ്പോൾ നമുക്ക് ആ നെറ്റിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്ലാമ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോൾട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പ് ഈ വലിയ ഹോളാണ്, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹോളാണ്, ഈ സൈഡിലോട്ട് കയറത്തില്ല. അപ്പോൾ ഈ വലിയ ഹോളിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ഇട്ടാണെങ്കിൽ ഒരു വലിയ വാഷർ, ഒരു ചെറിയ വാഷർ. അപ്പം നമ്മൾ ഈ നെട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തൊന്ന് പിടിച്ച് വെച്ചിട്ട് ഇവിടെ നെട്ട് വെച്ചിട്ട് അപ്പുറത്ത് കറയി കൊടുത്തപ്പോൾ ഈസി ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാൻ മാത്രം മതി. ഇവിടെ തന്നെയെല്ലാം ഓക്കെയാണ്. നമുക്കിവിടെ ഈ ക്ലാമ്പെന്ന് ഊരി, അടുത്തതായിട്ട് നോക്കാവുന്നത് ഈ ക്ലാമ്പ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാമ്പെന്ന് ഊരി, ഈ ക്ലാമ്പ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലച്ച് കേബിളിൻ്റെ കയറി ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അതിനകത്തൊരു നെട്ടുണ്ടെന്ന് തോന്നുന്നു, നെട്ടുണ്ട്. ഒരു നെട്ടും ബോൾട്ടുമാണ് വരുന്നത് കേട്ടോ, സ്റ്റഡല്ല. അപ്പോൾ ഇതിനകത്ത് നെട്ടും ബോൾട്ടുമാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മളിതൊരു ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാഷ് ഗാർഡ് ആദ്യം മുകളിൽ നേരത്തെ ഇളക്കിയ ബോൾട്ട് വേണ്ട. അപ്പോൾ 2 സൈഡിലായിട്ട് ഈ എലങ്കി ബോൾട്ടാണ്. ഇതാണ് നെട്ടും ബോൾട്ടും വരുന്ന എലങ്കി. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. നീളം എത്തുമെന്ന് അറിയാൻ വയ്യാമെന്ന് നോക്കാം.
ഏകദേശം കുഴപ്പമില്ല, നീളം എത്തുന്നുണ്ട്. ഒരു നെട്ടങ്ങ് ഇട്ട് കൊടുക്കുക ബാക്കിൽ. അപ്പോൾ അത് ഏകദേശം ബാക്ക് എല്ലാം ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടില്ല, എല്ലാം കൈ കൊണ്ടൊന്ന് പിടിച്ച് നെട്ടൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ആ ബാക്കിലെത്താം, മുകളിലത്തെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിലെത്താം, അടിയിലത്തെ ഈ എലങ്കി ബോൾട്ടാണ്. ഈ എലങ്കി ബോൾട്ടാണ്, 6ൻ്റെ എലങ്കിയാണ്. ഏകദേശം പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് കൊള്ളിച്ച് വെച്ചാൽ മതി, ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബോൾട്ടൊന്നും മുറുക്കിയിട്ടില്ല, എല്ലാം ഒന്ന് കൊള്ളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാം. നമുക്ക് റൈറ്റ് സൈഡിലെ ക്രാഷ് ഗാർഡ് സെയിം എലങ്കിയാണ്, എലങ്കി ബോൾട്ടാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് ബോൾട്ട് ഇട്ടുള്ളൂ. ഇപ്പോൾ പിറകിലൊരു നെട്ടും ബോൾട്ടും ഉള്ള ടൈപ്പാണ്, സ്റ്റഡല്ല. ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം വലിയ ജോലിയുള്ള കേസൊന്നും അല്ല ഇത്, സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാന്നുള്ള കേസേ ഉള്ളൂ. എലങ്കി ബോൾട്ടിൻ്റെ എലങ്കി സെറ്റൊക്കെ മതി, വലിയ ജോലിയുള്ള കേസല്ല ഇത്. അപ്പം മറു സൈഡിൽ ഇവിടെ വെച്ച പോലെ തന്നെ അടുത്തൊരു എലങ്കി ബോൾട്ടുണ്ട്, അതെടുത്ത് 2 എലങ്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് കൊള്ളിച്ചാണ് വെക്കുന്നത്, ഒന്നും ടൈറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഒന്ന് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ ക്ലാമ്പാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 2 എലങ്കി ബോൾട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 എലങ്കി എടുത്ത് നമുക്ക്, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരത്തില്ല, അങ്ങനെ വന്നാൽ എൻജിൻ സിലിണ്ടറിലൊക്കെ തട്ടും. അപ്പം ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേ നമുക്ക് സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇതിങ്ങനെ കയറ്റി ബോൾട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ സൈഡ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇത് ഒന്ന് ഷാളൊന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചു കൊടുക്കണം, വലിച്ചു കൊടുത്താൽ ഈസിയായിട്ട് കയറി പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാത്രി നമ്മൾ കസ്റ്റമർ രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ വീഡിയോ കറക്റ്റ് ക്ലിയർ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ അവരൊക്കെ നാളെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് രാത്രി സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ക്ഷമിച്ച് ഇത്. അപ്പം ഈ സാധനം കറക്റ്റ് നമ്മളെ സെൻറ്റർ ലെവൽ തന്നെ താരയും പൊങ്ങയും പോകാതെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് നേരെ സെൻറ്റർ വെച്ചിട്ട് തന്നെ ഇത് മുറുക്കണം. താന്നും പൊങ്ങിയൊക്കെ പോയ ഒരു ലുക്ക് അതിൻ്റെ പോവും. അപ്പോൾ അത് ബാക്കിയുള്ള എല്ലാ ബോൾട്ടും ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ വരുന്ന ബുഷേ ഉള്ളൂ, ഇനി അത് സെറ്റ് ചെയ്യാം സൈഡിൽ വരുന്ന. അപ്പം നമുക്ക് എല്ലാം ഒന്ന് വലിച്ച് മുറുക്കി കൊടുക്കാം. അപ്പോൾ ക്രാഷ് ഗാർഡ് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ബോൾട്ടും ഒന്ന് വലിച്ച് മുറുക്കാം. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട ആക്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആക്സിൽ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആക്സിലേറ്റ് നീളം കൂടിയ ആക്സിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ 17ൻ്റെ അപ്പുറത്ത് സ്പാർൺ വെച്ച് പിടിച്ച് ഒന്ന് നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്യുക, അവിടെ കറങ്ങാതെ ഒന്ന് പിടിച്ചിരുന്നാൽ മതി. ഈ ബോൾട്ട് സെറ്റോടെ കറങ്ങി കഴിഞ്ഞാൽ അവിടെ ലൂസായി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഇത് നല്ല ഫുൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 5 mm എലങ്കിയുണ്ട്, ഇതൊക്കെ ടൈറ്റ് ചെയ്തു. ഇത് കറക്റ്റ് ഇത് മുറുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റഡി ആയിരിക്കണം, താഴോട്ട് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു വൃത്തികേട് വരും. അപ്പോൾ എല്ലാ ബോൾട്ടും 5ൻ്റെ എലങ്കിയാണിത്. ഓക്കെ, ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 6ൻ്റെ എലങ്കിയുണ്ട്, ഇത് എല്ലാം ടൈറ്റ് ചെയ്യണം. ഇതിൽ ഈ വണ്ടിയിൽ അത്ര വൈബ്രേഷനും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് സൈഡ് നമ്മൾ റൈറ്റ് സൈഡ്
മുറുകയാണ് 5-ൻ്റെ ഇലങ്കി. അപ്പോൾ അടുത്ത മുകളിലത്തെ ഒരു ഇലങ്കി 5-ൻ്റെ ഇലങ്കിയാണ്. ഇതൊരു 10-ൻ്റെ സ്പാൻഡർ വെച്ച് ബാഗിൽ പിടിക്കേണ്ടി വരും. നമ്മൾ സെൻറ്ററിൽ 5-ൻ്റെ ഇലങ്കി ടൈറ്റ് കൊടുക്കണം. മറു സൈഡ് 13-ൻ്റെ നെട്ടാണ് വരുന്നത്. അപ്പോൾ അത് സെറ്റോടെ കറങ്ങുന്നതുകൊണ്ട് നമ്മൾ സ്പാൻഡർ വെച്ചൊന്ന് പിടിച്ച് വെച്ചേക്കുകയാണ്. 13-ൻ്റെ സ്പാൻഡറാണ്. മറു സൈഡ് 13 ഇട്ട് പിടിച്ചേക്കുകയാണ്. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വൈബ്രേഷൻ വല്ലതും ഉണ്ടാകുന്ന തട്ടിക്കൊടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ബോൾട്ട് വല്ലതും ലൂസ് ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വൈബ്രേഷൻ ഒന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഈ ബുഷാണ്. അപ്പോൾ അതിന് വരുന്നത് 8 mm ഇലങ്കി ബോൾട്ടാണ്, നീളം കൂടിയ ബോൾട്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കറക്റ്റ് ഇതാണ്. അപ്പോൾ അത് ബുഷ് സെറ്റ് ചെയ്യണം. സീറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത ഇനി താഴത്തെ ഇൻസൈഡ് വരുന്നത് ഇലങ്കി. ഇത് 8-ൻ്റെ ഇലങ്കിയാണ്. രണ്ടും ഇതിൽ 4 ബോൾട്ടും വരുന്നത് 8-ൻ്റെ ഇലങ്കിയാണ്, ബോൾട്ടാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഫിറ്റ് ചെയ്യാം. ഇതിൽ വന്നില്ല. ഇതൊരു ഫൈബർ ടൈപ്പാണ്, മെറ്റലല്ല. ഓക്കെ, അപ്പോൾ വലിച്ച് മുറുകി കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ അകത്തുള്ള ഇതങ്ങ് കയറിപ്പോകും. ഒരു പരുവത്തിന് ടൈറ്റ് ചെയ്താൽ മതി. ഈ പേര് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ പേര് ഇങ്ങനെ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടെ കാണാൻ രസമായിരിക്കും. മറ്റതെല്ലാം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിപ്പം പേരൊന്ന് ഈ മോട്ടോ ടോർക്ക് എന്നുള്ള ലെവലിന് ആ പേര് നമ്മൾ വായിക്കത്തക്ക രീതിയിൽ ഒന്ന് വെച്ചാൽ മതി. ശകലം ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ട്, ഒന്ന് ലൂസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ മറു സൈഡും ഒന്നുകൂടെ ഒന്ന് ലെവലാക്കാം. ഏകദേശം ലെവലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പാടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉള്ളൂ. നമ്മളിപ്പോൾ സൈലൻസൊന്നും ഇളക്കാതെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ മെയിൻ ആക്സിൽ, നീളമുള്ള ആക്സിൽ നമ്മൾ അതിലേക്ക് കയറ്റി നെറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈലൻസറിൽ കൊള്ളാതെ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പാടുള്ളത്. അപ്പോഴും നമ്മളിത് ഒന്ന് ഇതേപോലെ പൊള്ളിച്ച് വെച്ചിട്ട് അപ്പുറത്തെ നേരത്തെ പറഞ്ഞ പോലെ മുറുകി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഗ്യാപ്പുണ്ട്. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇത്തിരി പാടായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം സെറ്റിംഗ് ആണ്, എല്ലാം ഓക്കെ.